If you want to be so disciplined that people think you are on drugs, ലിസൺ വെരി കെയർഫുള്ളി. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം കഷ്ടപ്പെട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഒരു മോട്ടിവേഷനും തോന്നാത്ത സമയത്ത് നമ്മളെ ഫോഴ്സ് ചെയ്ത് കണ്ട് ഒരു കാര്യം ചെയ്യുക എന്നാണ് നിങ്ങൾ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ, ആസ് ഓഫ് മൈ അണ്ടർസ്റ്റാൻഡിങ്, ഡിസിപ്ലിനെ ഒരു 100 എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് വെറും അതിൻ്റെ ഒരു 20 മാത്രം വരുന്നുള്ളൂ. ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു. ലുക്ക് അറ്റ് എ ഗായ് ഹു ലവ്സ് പ്ലേയിങ് വീഡിയോ ഗെയിം കളിക്കുന്ന ചങ്ങായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ സർവൈവലിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച്, അതായത് വെള്ളം കുടിക്കുക, ടോയ്ലറ്റ് പോവുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഇത് ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും ഗെയിം കളിക്കുന്ന ചങ്ങായി. എക്സാമ്പിളായിട്ട് നമുക്ക് പബ്ജി കളിക്കുന്ന ഒരു ചങ്ങായിനെ തന്നെ എടുത്ത് നോക്കാം. ആ ഒരു ചങ്ങായിക്ക് ഗെയിം കളിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ടോ? ഓനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓനക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യാൻ? അപ്പോൾ നിങ്ങൾ പറയുണ്ടാവും, ഇതൊക്കെ ഭയങ്കര ഡോപ്പമിൻ കിട്ടുന്ന സംഭവമല്ലേ, ഇൻസ്റ്റൻ്റ്ലി ഗ്രാറ്റിഫൈങ് ആയിട്ടുള്ള സാധനമല്ലേ ഗെയിം കളിക്കുക എന്നുള്ളത്. അപ്പോൾ കളിക്കുക എന്നുള്ളത് എന്തായാലും ഭയങ്കര ഈസി ആയിരിക്കുമല്ലോ. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഒരു ബോഡി ബിൽഡറിൻ്റെ കേസ് എടുത്ത് നോക്കി. ഒരു ബോഡി ബിൽഡറിന് അയാളെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ജിമ്മിൽ പോകാൻ അയാൾ ഭയങ്കര ഡിസിപ്ലിൻ ഉപയോഗിച്ചാണ്ട് കഷ്ടപ്പെട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു ഓതറിൻ്റെ കേസ് നോക്കി. ഒരു ഓതറിൻ്റെ ബുക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ അയാളെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 80% നമുക്കത് എഫേർട്ട്ലെസ്ലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പറഞ്ഞുതരാം, ഡിസിപ്ലിൻ ഇക്വേഷൻ. ഡയറി ഓഫ് CEO എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ആ പേരിലൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ പോഡ്കാസ്റ്റിൻ്റെ ഹോസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ബുക്കിൻ്റെ ഓതർ ആയിട്ടുള്ള സ്റ്റീവൻ ആ ബുക്കിൽ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. ഡിസിപ്ലിൻ ഈക്വൽ ടു വാല്യൂ ഓഫ് ദ ഗോൾ പ്ലസ് റിവാർഡ് ഓഫ് ദ പെർസ്യൂട്ട് മൈനസ് കോസ്റ്റ് ഓഫ് ദ പെർസ്യൂട്ട്. ഞാൻ പറഞ്ഞുതരാം. വാല്യൂ ഓഫ് ദ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾക്ക് എത്രത്തോളം മീനിങ് ഫുൾ ആണ്, അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, ദ വൈ, ദ റീസൺ. അത് പെയിൻ ബേസ്ഡ് ആവാം, അല്ലെങ്കിൽ ഡിസയർ ബേസ്ഡ് ആവാം. പെയിൻ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ലോണൊക്കെ എടുത്താണ്ട് എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങി, അപ്പോൾ ആ സാധനം സക്സസ്ഫുൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട് ജപ്തിയാവുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ട്, ഒരു പേടിയുണ്ട്. അല്ലെങ്കിൽ ഡിസയർ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സംഭവം സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന സാധനങ്ങൾ വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന എക്സാം പാസ്സാകാൻ പറ്റും. ഇങ്ങനെ സന്തോഷം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ, അതാണ് പ്ലഷർ ബേസ്ഡ് അല്ലെങ്കിൽ ഡിസയർ ബേസ്ഡ്. അപ്പോൾ വാല്യൂ ഓഫ് ദ ഗോൾ, ആ ഗോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. രണ്ടാമത്താണ് റിവാർഡ് ഓഫ് പെർസ്യൂട്ട്. റിവാർഡ് ഓഫ് പെർസ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗോൾ നിങ്ങൾ ചേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം എൻജോയബിൾ ആണ്, അതിൽ നിന്ന് എത്രത്തോളം ജോയ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു പ്രോസസ്സ്. മറ്റേത് ആ ഗോൾ എത്രത്തോളം മീനിങ് ഫുൾ ആണെന്നുള്ളത്, ഇത് ആ പ്രോസസ്സ് എത്രത്തോളം എൻജോയ്മെൻ്റ് ആണെന്നുള്ളത്. മൂന്നാമത്താണ് കോസ്റ്റ് ഓഫ് പെർസ്യൂട്ട്. കോസ്റ്റ് ഓഫ് പെർസ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഗോൾ ചേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഗോളിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമ്മളെ ടൈം, എഫേർട്ട്, അതുപോലെ നമ്മൾക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ച കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള ടൈം, ഇങ്ങനെ എന്തൊക്കെ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമോ, ഇതൊക്കെ, അതായത് ആ ഒരു പെയിന് ഈ ഒരു ഗോളിനെ ചേസ് ചെയ്യാനുള്ള, അതിന് നമ്മൾ കോസ്റ്റ് ഓഫ് പെർസ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഈ വാല്യൂ ഓഫ് ദ ഗോളും അതുപോലെ തന്നെ റിവാർഡ് ഓഫ് പെർസ്യൂട്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഈ കോസ്റ്റ് ഓഫ് പെർസ്യൂട്ടിനെക്കാട്ടും കൂടുതലാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ചെയ്യാൻ നമുക്ക് അത്രത്തോളം നമ്മളെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് MBBS വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം സിമ്പിളായിട്ട്. അവിടെ നമ്മൾ വാല്യൂ ഓഫ് ദ ഗോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ആ സ്റ്റുഡൻ്റാണെന്ന് വിചാരിക്കുക. പിന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഫാമിലിയിലെ ഫസ്റ്റ് ഡോക്ടറാവും, ഞങ്ങളുടെ ബ്ലഡ് ലൈനിൽ ആരും ഇതുവരെ ഡോക്ടർ ആയിട്ടില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്ന് ഇമാജിൻ ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, മണി പ്രോബ്ലംസ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ പാരൻസിനെ എനിക്ക് പ്രൗഡാക്കാൻ പറ്റും. ഇപ്പോൾ കുടുംബക്കാരുടെ ഇടയിലൊക്കെ നമ്മളെ കുടുംബത്തിലുള്ള ആകെ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ പാരൻസ് നല്ലൊരു അഭിമാനം ഉണ്ടാവും. അപ്പോൾ ആ സംഭവങ്ങൾ, അതാണ് എനിക്ക് ഭയങ്കര മീനിങ് ഫുൾ ആണ്. അപ്പോൾ ആ ഗോൾ, വാല്യൂ ഓഫ് ദ ഗോൾ. രണ്ടാമത്താണ് റിവാർഡ് ഓഫ് പെർസ്യൂട്ട്. എനിക്ക് ബയോളജി പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഹ്യൂമൻ ബോഡിനെ കുറിച്ച് പഠിക്കുന്നത് ഇഷ്ടമാണ്. അതുപോലെ തന്നെ കെമിക്കൽസ്, ഹോർമോണ്, മറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇതൊക്കെ ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ആകെപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറേ പഠിക്കാനുണ്ട്, അത്യാവശ്യം നല്ല വോളിയുണ്ട്, അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവായി ഫീൽ ചെയ്യുന്നുള്ളൂ. ഇനി മൂന്നാമത്താണ് കോസ്റ്റ് ഓഫ് പെർസ്യൂട്ട്. കോസ്റ്റ് ഓഫ് പെർസ്യൂട്ട് അത്യാവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സും അതുപോലെ എൻ്റെ പണ്ട് ഹൈസ്കൂളിലൊക്കെ പഠിച്ച ഫ്രണ്ട്സൊക്കെ നോർമൽ ഡിഗ്രി എടുക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ്മെൻ്റ് ഉണ്ട്, ഓർക്ക് ക്ലാസ്സിൽ പോകണം നിർബന്ധമല്ല. അതുപോലെ എനിക്ക് ഫാമിലി ഇവൻറ്റുകൾ, ടൂറുകൾ, കാര്യങ്ങളൊക്കെ മിസ്സാവുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഒപ്പം പഠിച്ച ആ ഫ്രണ്ട്സുകൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അത്യാവശ്യം ഇവിടെ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നിനും ഓരോ പോയിന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഔട്ട് ഓഫ് 10 പോയിന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ദ ഗോൾ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർ 8 ഔട്ട് ഓഫ് 10 കൊടുക്കാം. പിന്നെ ഇപ്പോൾ റിവാർഡ് ഓഫ് പെർസ്യൂട്ട് ഒരു 7 ഔട്ട് ഓഫ് 10 കൊടുക്കാം. ഇനി കോസ്റ്റ് ഓഫ് പെർസ്യൂട്ട് അത്യാവശ്യം ഹെവിയാണ്, അത്യാവശ്യം ഉണ്ട്, അപ്പോൾ അതിനൊരു 7 ഔട്ട് ഓഫ് 10 കൊടുക്കാം. അതായത് വാല്യൂ ഓഫ് ദ ഗോളും റിവാർഡ് ഓഫ് പെർസ്യൂട്ട് കൂട്ടിക്കഴിഞ്ഞാൽ 8 + 7 15. ഇനി കോസ്റ്റ് ഓഫ് പെർസ്യൂട്ട് എത്രയുള്ളൂ വെച്ചാൽ വെറും 7 ഉള്ളൂ. അപ്പോൾ ഈ 8 + 7 15 ഉണ്ട്. കോസ്റ്റ് ഓഫ് പെർസ്യൂട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്നത് 7 ഉള്ളൂ. നമുക്കത് ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നെറ്റ് പോസിറ്റീവ് 8 കിട്ടുക, 8. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇവിടെ വാല്യൂ ഓഫ് ദ ഗോളും റിവാർഡ് ഓഫ് പെർസ്യൂട്ടും എന്തിനേക്കാൾ കൂടുതലുണ്ട്, കോസ്റ്റ് ഓഫ് പെർസ്യൂട്ടിനെക്കാട്ടും കൂടുതലുണ്ട്. അത് ചെയ്യാനുള്ള ഫ്രിക്ഷൻ അല്ലെങ്കിൽ അതിനുള്ള പെയിനെക്കാട്ടും കൂടുതലുണ്ട്. അപ്പോൾ അതെനിക്ക് ചെയ്യാൻ ഭയങ്കര രീതിയിൽ ഡിസിപ്ലിൻ ഇടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ ഇന്നെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇത് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. ഒരു സാധനം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് പെർസ്യൂട്ട് ആയിക്കോട്ടെ, അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എത്രത്തോളം പെയിൻ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന പെയിന് നമുക്ക് അതിന് കിട്ടുന്ന റിവാർഡിനെക്കാട്ടും ചെറുതാണെന്നുണ്ടെങ്കിൽ, കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ ഈസിയാണ്. അതേസമയം നമുക്ക് അതിന് റിവാർഡ് കുറച്ചുള്ളൂ, പെയിന് നല്ല രീതിയിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ ഫോഴ്സ് ചെയ്യാനുള്ള സംഭവം കുറക്കുക. മോട്ടിവേഷൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു എഫേർട്ട് കുറക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ ഓഫ് ദ ഗോൾ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ റിവാർഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് നമുക്ക് കുറക്കാൻ പറ്റും. ഈ ഇക്വേഷൻ വെച്ച് കളിച്ചാൽ തന്നെ നമുക്ക് അതിനുള്ള എഫേർട്ട് നമുക്ക് കുറക്കാൻ പറ്റും. എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വാല്യൂ ഓഫ് ദ ഗോൾ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അത് പെയിൻ ബേസ്ഡിലും പറ്റും, ഡിസയർ ബേസ്ഡിലും പറ്റും. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിഷ്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ കാലം ഒരു സംഭവം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും, ഇതെന്തിനാണ് നമ്മൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വിഷ്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ ജേർണൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാരണം നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും ആ ഗോളിൻ്റെ വേര് നമ്മൾ ഒന്നുകൂടി ഉറപ്പിക്കണ മാതിരിയാണ്. അപ്പോൾ നമുക്ക് ഒരു എക്സാം പാസ്സാവണമെന്നാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നമ്മളിപ്പോൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ MBBSൻ്റെ എക്സാമിലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുകയാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വീക്കിലൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ്, അതിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇനി രണ്ടാമത് പറഞ്ഞാണ് എന്ത്, റിവാർഡ് ഓഫ് പെർസ്യൂട്ട്. അപ്പോൾ അത് നമുക്ക് ഇൻക്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ജിമ്മിൻ്റെ എക്സാമ്പിളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പോകുന്ന ജിം നമുക്ക് ഇഷ്ടമല്ല, നമ്മളവിടെ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് വലിയൊരു ഇഷ്ടമല്ല, വലിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ ആ പ്രോസസ്സ് നമുക്ക് എങ്ങനെ എൻജോയബിൾ ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യാൻ ഇഷ്ടമല്ല വിചാരിച്ചോ, അപ്പോൾ ഒരു ട്രെയിനിങ് പാർട്ണറിൻ്റെ കൂടെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജിമ്മിൽ നിന്ന് ഭയങ്കര എനർജി ഇല്ലാത്ത പോലെ തോന്നുന്നത്, എന്നാൽ നല്ലൊരു പ്രീ വർക്കൗട്ട് ഫുഡായിട്ടോ അല്ലെങ്കിൽ ഷെയ്ക്കായിട്ടോ കുടിക്കുക അതിന് മുമ്പ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ജിമ്മിലെ മ്യൂസിക് നമുക്ക് ഇഷ്ടമല്ല, അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോൺ അവിടെ സ്പീക്കറിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് പോകാം. ഇങ്ങനെ രീതിയിൽ നമുക്ക് റിവാർഡ്, ആ ഒരു ജേർണി എൻജോയബിൾ ആക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യാം. ഇപ്പോൾ നമുക്കിപ്പോൾ പഠിക്കുന്ന ആൾ അല്ലെങ്കിൽ ജേർണൽ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് സാധാ ഒരു നോട്ട് ബുക്കിൽ നമുക്ക് ചെയ്യാം ജേർണൽ ചെയ്യുക, അതിന് പകരം നമുക്കൊരു കുറച്ചുകൂടി ആസ്തറ്റിക് ആയിട്ടുള്ള നോട്ട് ബുക്ക് നമുക്ക് തന്നെ വേണ്ടിയിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ ആ ഒരു ജേർണി അല്ലെങ്കിൽ ആ ഒരു സംഭവം ഒന്നുകൂടി എൻജോയബിൾ ആവും. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പെർസ്യൂട്ട് നമുക്ക് കുറക്കാൻ പറ്റും. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു ജിമ്മിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂർ എടുക്കുമെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ ജിം അത്യാവശ്യം പ്രീമിയം ജിമ്മാണ്, പക്ഷേ അങ്ങോട്ട് പോകാൻ 1 മണിക്കൂർ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയി നിൽക്കാനുള്ള ചാൻസ് ഇങ്ങനെ കുറഞ്ഞു വരും. കാരണം അവിടെ ഫ്രിക്ഷൻ വളരെ കൂടുതലാണ്. അതേസമയം നമ്മൾ സ്കൂള് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുന്ന ഇടയിൽ ഒരു ജിം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ക്ലോത്ത്സും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ജിമ്മിലേക്ക് നമുക്ക് പോകാൻ സുഖമാണ്. നമ്മൾ പോണ വൈക്കാണ് ആ ജിമ്മ്, അവിടെ കയറിയിട്ട് വർക്കൗട്ട് ചെയ്താണ്ട് വീട്ടിലേക്ക് പോകാൻ സുഖമാണ്. അപ്പോൾ അവിടെ കോസ്റ്റ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ കുറഞ്ഞു. ഇതേ സംഭവങ്ങൾക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. വാല്യൂ ഇൻക്രീസ് ചെയ്യുക വിഷ്വലൈസേഷനോ അല്ലെങ്കിൽ ജേർണലിങ്ങോ ഉപയോഗിച്ചിട്ട്, അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ആ പ്രോസസ്സിലുള്ള റിവാർഡ് കൂട്ടുക, ഇടയ്ക്കിടയ്ക്ക് ഓരോ റിവാർഡൊക്കെ കൊടുത്താണ്ട് ആ പ്രോസസ്സ് എൻജോയബിൾ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് ചെയ്യാനുള്ള ഫ്രിക്ഷനും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലിടേണ്ട ഡിസിപ്ലിൻ, എത്രത്തോളം എഫേർട്ട് നമ്മളതിൽ ഇടണം, നമ്മളെ ഫോഴ്സ് ചെയ്യണം എന്നുള്ള അളവ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇനി എനിക്ക് കുറച്ച് ഡീപ്പായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്ട്. ഒരു 3 ഇൻസൈറ്റ്സ് ആണ് എനിക്ക് പറയാനുള്ളത്. അതിലൊന്ന്, ഡിസിപ്ലിൻ ഈസ് സോൾവിങ് പ്രോബ്ലംസ്. രണ്ടാമത്തത്, ഡിസിപ്ലിൻ ഈസ് എ ചോയ്സ്. മൂന്നാമത്തത്, ഡിസിപ്ലിൻ ഈസ് ഫ്രീഡം. അതിലൊന്നാമത്തെ ഡിസിപ്ലിൻ ഈസ് സോൾവിങ് പ്രോബ്ലംസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ലൈഫ് എന്ന് പറയുന്നത് ഫുള്ള് പ്രോബ്ലംസ് ആണ്. ലൈഫ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ഈ പ്രോബ്ലംസ് ഒരിക്കലും ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആവില്ല, പുതിയത് വന്നുകൊണ്ടേയിരിക്കും. ഈവൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫുള്ള് പ്രോബ്ലംസ് ആണ്. ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ സബ്സ്ക്രിപ്ഷന് എന്തിനാണ് ആൾക്കാർ എടുക്കുന്നത്? അതൊരു പ്രോബ്ലം സോൾവ് ചെയ്യാണ്. ബിസിനസ് പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒന്നും ചെയ്യാത്ത സമയത്ത് ഓർക്ക് എൻ്റർടൈൻ ആവണം, ഓർക്ക് ഓരോ റിയൽ വേൾഡ് പ്രോബ്ലത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം വേണം. കുറച്ച് നേരം എൻ്റർടൈൻ ചെയ്തുകൊണ്ട് ആ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് ഒരു വേറെ മൂഡിലേക്ക് എത്താൻ വേണ്ടിയൊരു സംഭവം വേണം. ആ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കണില്ല. ലൈഫ് ഡിഫിക്കൽട്ട് ആണെന്നുള്ള സംഭവം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ തന്നെ നമ്മളെ ലൈഫ് പിന്നീട് അങ്ങോട്ട് ഈസിയർ ആയിരിക്കും. പക്ഷേ കൂടുതൽ ആൾക്കാർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ പ്രോബ്ലംസ് വേണ്ട, പാടില്ല, എനിക്കൊരു ഈസി ആയിട്ടുള്ള ലൈഫ് വേണം, ഒരു പ്രശ്നമില്ലാത്ത നല്ലൊരു ലൈഫ് വേണം, അങ്ങനത്തെ ഒരു ലൈഫ് എന്നുള്ള രീതിയിലേക്കാണ് ചിന്തിക്കേണ്ടാവുക. ആൻഡ് ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഓൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടിരുന്നു, ഞാൻ അന്ന് പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്ന് ആ ഒരു ടീച്ചർ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ പല രീതിയിലും ഇങ്ങനെ പറഞ്ഞാണ്ട് അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാണ്ട് എന്ത് ചെയ്യും, ഒരു ഈസിയർ ലൈഫിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രോബ്ലത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യലാണ്. ഇഫ് യു ആർ ഈറ്റിംഗ് ലോട്ട് ഓഫ് ഫാസ്റ്റ് ഫുഡ് ആൻഡ് യു ആർ നോട്ട് വർക്കിംഗ് ഔട്ട് ആൻഡ് യു ആർ ഗെറ്റിംഗ് ഫാറ്റ്, നിങ്ങൾ ഔട്ട് ഓഫ് ഷേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് ഇറ്റ്, ഡോണ്ട് റൺ അവേ ഫ്രം ഇറ്റ്, ഡോണ്ട് ട്രൈ ടു ഹൈഡ് ഇറ്റ്. നമ്മൾ കണ്ണാടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണും
നമ്മളിങ്ങനെ തടിച്ച് വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഷേപ്പ് പോകുന്നത് നമ്മൾ കാണും, ഗ്രൂപ്പ് സെൽഫീസിൽ നമ്മൾ കാണും, ഗ്രൂപ്പ് ഫോട്ടോസിൽ നമ്മൾ കാണും, നമ്മളെ ഹാബിറ്റിൽ, നമ്മളെ ഫുഡിലൊക്കെ നമ്മളത് കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി നമ്മളത് കാണുന്നുണ്ടാവും. ഡോണ്ട് എസ്കേപ്പ് ഇറ്റ്, സോൾവ് ഇറ്റ്. ആ പ്രോബ്ലം ഫേസ് ചെയ്യുക എന്നുള്ളത്, നമ്മൾ തടി കൂടുന്നുണ്ട്, നമ്മൾ ഫാറ്റ് ആവുന്നുണ്ടല്ലോ, ആക്ച്വലി പെയിൻഫുൾ ആണ് ആ ഒരു പ്രോബ്ലം എന്നുള്ളത്. പക്ഷെ അത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യണം? നമ്മൾ ജിമ്മിൽ പോകണം, നമ്മൾ വർക്കൗട്ട് ചെയ്യണം, നമ്മൾ ബാഡ് ഫുഡ് കട്ടൗട്ട് ചെയ്യണം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കണം. ഈ സംഭവങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് ആക്ച്വലി വി ആർ സോൾവിങ് ദ പ്രോബ്ലം ആൻഡ് ഇറ്റ് ഈസ് ഡിസിപ്ലിൻ. ഇവിടെ നമുക്ക് ആ ഒരു ഡിസിപ്ലിൻ ഇക്വേഷന് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ വാല്യൂ ഓഫ് ദ ഗോൾ മെയിനായിട്ട് വരുന്നത് പെയിൻ ബേസ്ഡ് ആണ്. നമ്മൾ ആ ഒരു ടയേർഡ് ഓഫ് ബീയിങ് ഫാറ്റ്, നമ്മൾ ഔട്ട് ഓഫ് ഷേപ്പ് ആവണം, നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ ആ ഒരു പെയിനിൽ നിന്നാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിസിപ്ലിൻ ഈസ് സോൾവിങ് പ്രോബ്ലംസ്. രണ്ടാമതാണ് ഞാൻ പറഞ്ഞത് ഡിസിപ്ലിൻ ഈസ് എ ചോയ്സ്. അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സുബൈക്ക് പള്ളിക്ക് പോകുമ്പോൾ, ഫജറിന് ഇടയ്ക്കൊക്കെ പോകുമ്പോൾ, അവിടെ ഞങ്ങളുടെ നാട്ടിലത്തെ ഒരുവിധം സീനിയർ അല്ലെങ്കിൽ ഓൾഡ് ഗൈസ് അവിടെ ഉണ്ട്. രാവിലെ 5 മണിക്ക് അവിടെ പ്രസൻ്റാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ മോർണിംഗ് പേഴ്സണോ ഈവനിങ് പേഴ്സണോ അല്ലെങ്കിൽ നൈറ്റ് ഓളോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും അവിടെ രാവിലെ 5 മണിക്ക് അവിടെ ഉണ്ട്. ഓല അവിടെ നിസ്കരിക്കുന്നു, ഓല് പിന്നെ ഓല ഡെയിലി റൂട്ടീനായിട്ട് പോലെ അങ്ങനെ പോകുന്നു. ഓർക്ക് വേണമെങ്കിൽ 7 മണി വരെ ഉറങ്ങാം, അല്ലെങ്കിൽ 8 മണി വരെ ഉറങ്ങാം. ബട്ട് ദേ ഡിഡ്ന്റ് ഡു ദാറ്റ്, ദേ ചോസ് ഡിസിപ്ലിൻ. അതിനർത്ഥം ഞാൻ ഒരിക്കലും നിങ്ങളോട് 4 മണിക്ക് എണീക്കണം, 5 മണിക്ക് എണീക്കണം എന്നൊരു കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഇഫ് യു ഹാവ് നെവർ ട്രൈഡ് ഇറ്റ്, ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇറ്റ്സ് വർത്ത് എ ട്രൈ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആസ് ഫാർ എസ് ഐ നോ, ആ ഒരു ടൈമാണ്, ഏർലി മോർണിംഗ്സ് ആണ് ഏറ്റവും നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് നിൽക്കാൻ പറ്റിയ, ഏറ്റവും വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റിയ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈം. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെ എന്താ പറയുക, നേച്ചർ അല്ലെങ്കിൽ ജെനറ്റിക്കലി അയാൾക്ക് ഉള്ളത് എന്നുള്ളത് ഞാൻ പറയണില്ല. ഇപ്പോൾ 2 ആൾക്കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾ ഒരു സംഭവം ഹാർഡായിട്ടുള്ളൊരു സംഭവം ചെയ്യുന്നു, മറ്റാൾ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ, ദിസ് ഗൈ ചൂസ് ഡിസിപ്ലിൻ, ദിസ് ഗൈ ഡിഡ്ന്റ് ചൂസ് ഡിസിപ്ലിൻ എന്നാണ് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളൊരു മാൾക്ക് പോകുകയാണെന്ന് വിചാരിച്ചോ, അവിടെ സ്റ്റെയർസും ഉണ്ട്, എലവേറ്ററും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് വേണമെന്നുള്ളത്. ഒരു ഹെൽത്ത് കോൺഷ്യസ് കോൺഷ്യസ് ആയിട്ടുള്ള ആളെന്നുണ്ടെങ്കിൽ അയാൾ സ്റ്റെയർസ് ചൂസ് ചെയ്യും. നിങ്ങൾ പുറത്തേക്ക് ഡിന്നർ കഴിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നത് സീഡ് ഓയിലും അതുപോലെ തന്നെ ഭയങ്കര ഷുഗറുള്ള സാധനമാണെങ്കിൽ ചൂസ് ചെയ്യുക. അല്ല, അതിലുള്ളിൽ മെച്ചമുള്ള രീതിയിൽ അൽഫാമോ അല്ലെങ്കിൽ ഷവായ അല്ലെങ്കിൽ കബാബോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളും ചൂസ് ചെയ്യാം. ഡെഫിനറ്റ്ലി എന്തായാലും നമ്മൾ ഒരു ഡെയിലി ലൈഫിലൂടെ പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നാത്ത സമയങ്ങൾ പലപ്പോഴും ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ജിമ്മിലേക്ക് പോകാൻ നമുക്കൊരു 80% നമുക്ക് തോന്നിയാൽ ഒരു 20% ദിവസങ്ങൾ നമുക്ക് പോകാൻ ഫീൽ ചെയ്യാത്ത ദിവസങ്ങളുണ്ടാവും. ഒരു 20% നമുക്ക് പഠിക്കാൻ തോന്നാത്ത ദിവസങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ദിവസങ്ങളുണ്ടാവും, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമില്ലാത്ത ദിവസങ്ങളുണ്ടാവും, വേറെ കുറേ സംഭവങ്ങൾ ചെയ്യാണ്ടാവും, അല്ലെങ്കിൽ ഒരു മൂഡില്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ സമയത്ത് എന്തായാലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മളെ പുഷ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരൊറ്റ ഗുഡ് ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഡിസിപ്ലിൻഡ് ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, പിന്നെ നെക്സ്റ്റ് ഡിസിപ്ലിൻ ഡിസിഷൻ എടുക്കാൻ കുറച്ചുകൂടി സുഖകരം, നെക്സ്റ്റ് ഡിസിഷൻ എടുക്കാൻ കുറച്ചുകൂടി സുഖകരം, അതങ്ങനെ കോമ്പൗണ്ട് ആവും. അതേസമയം അതിപ്പോൾ ഒരു എക്സാമ്പിളോട് പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ രാവിലെ നേരത്തെ എണീറ്റാണ്ട് നേരെ ജിമ്മിൽ പോയി വന്ന ഒരാളാണ് വിചാരിച്ചോ, ഏർലി മോർണിംഗിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓഫീസിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഡോണട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഷുഗർ ആയിട്ടുള്ള സാധനമൊക്കെ വാങ്ങി തന്നുണ്ടെങ്കിൽ അത് റെസിസ്റ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ അതേസമയം രാവിലെ തന്നെ എണീറ്റാണ് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കുക എന്നുള്ള രീതിയിൽ അലാറൊക്കെ സ്നൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്തു, പിന്നെയും കടന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ വർക്കിലേക്ക് എത്തിയത്. അപ്പോൾ ഒരു നേരെ ഫാസ്റ്റ് ഫുഡോ അല്ലെങ്കിൽ ഷുഗർ ട്രീറ്റൊക്കെ കൊടുന്ന് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേ പറഞ്ഞത്, വൺ ഗുഡ് ലിറ്റിൽ ഡിസിഷൻ ലീഡ്സ് ടു അനദർ ഗുഡ് ഡിസിഷൻ. സിമ്പിളാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോബഡി ഗെറ്റ്സ് ഫിറ്റ് ഓവർ നൈറ്റ്. കുറേ ദിവസത്തെ ഡിസിഷൻ എടുത്തുകൊണ്ട് അത് കോമ്പൗണ്ട് ആയിട്ടാണ് പിന്നീട് ആ ഷേപ്പിലേക്ക് മാറുന്നത്. അതേപോലെ തന്നെ നോബഡി ഗെറ്റ്സ് ഫാറ്റ് ഓവർ നൈറ്റ്. അതും ഒരുപാട് ഡിസിഷൻ്റെ കോമ്പൗണ്ടിങ് ആണ്. സോ യു ക്യാൻ ബി എയ്തർ മാസ്റ്റർ യുവർ ഹാബിറ്റ് ഓർ യു ക്യാൻ ബി മാസ്റ്റേർഡ് ബൈ ദം. ദാറ്റ്സ് യുവർ ചോയ്സ്. ഇനി മൂന്നാമത്തത് ഞാൻ പറഞ്ഞിരുന്നു, ഡിസിപ്ലിൻ ഈസ് ഫ്രീഡം എന്നുള്ളത്. പല ആൾക്കാരുടെയും വിചാരം ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്രീഡം എടുത്തു കൊണ്ടുപോകുന്ന സാധനമാണെന്നുള്ളതാണ്. നമ്മൾ ഭയങ്കര റിജിഡായി കണ്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനുള്ള ഫ്രീഡം ഉണ്ടാവില്ല എന്നാണ് എല്ലാവരും അല്ല, പക്ഷേ ആ ഒരു ഡീജനറേറ്റ് ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ചങ്ങായി എന്നോട് ഇങ്ങനെ ചോദിച്ചു, എങ്ങനെ നല്ലൊരു ഫിസിക്ക് അച്ചീവ് ചെയ്യുക, ബ്രോൻ്റെ ഫിസിക്ക് എങ്ങനെയാണ് അച്ചീവ് ചെയ്തത്, എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആയിക്കൊണ്ട് ജിമ്മിക്ക് പോവുക. അപ്പോൾ ഞാൻ ഈ ഡയറ്റിൻ്റെ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഓൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഓൻ്റെ വീട്ടിൽ ഓൻ്റെ ഫാദർ എപ്പോഴും ഫാസ്റ്റ് ഫുഡ് കൊണ്ടുവരും. മേ ബി ഔട്ട് ഓഫ് ലവ്, ഞാൻ അസ്യൂം ചെയ്യാണ്, മേ ബി നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല, നമ്മൾ ഇഷ്ടം കൊണ്ട് കൊണ്ടുവന്ന് തരുമല്ലോ. അങ്ങനെ ഫാദർ എപ്പോഴും ഫുഡ് കൊണ്ടുവന്ന് വരും, ഫാസ്റ്റ് ഫുഡ് കൊണ്ടുവരും. അപ്പോൾ ഓനക്ക് ഹെൽത്തി ഫുഡ് കഴിക്കാൻ പറ്റണില്ല. അതിന് കാരണക്കാരൻ അവൻ്റെ ഫാദർ ആണെന്നുള്ള രീതിയിലാണ് അവൻ പറയണത്. കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെയാണ് പറയണമെന്നുണ്ടെങ്കിൽ, യു ആർ ഗിവിങ് എവേ യുവർ ഫ്രീഡം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പോൾ അവിടെ ഓനക്കൊരു ഫ്രീഡം ഉണ്ട്. എന്താണ് ആ ഫ്രീഡം? ഓനക്ക് ഡിസിപ്ലിൻ ഉപയോഗിച്ചാണ്ട് ഓനക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റും.
സിമ്പിളായിട്ട് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്താണ്ട് വീട്ടിലുള്ള വെറും ചോറും കൂട്ടിയിട്ട് മിക്സ് ആക്കിയാണ്ട് ഒക്കെ കറിയും പറഞ്ഞ് കഴിക്കാം. ദാറ്റ് ഈസ് ഹെൽത്തി. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫാദറിൻ്റെ അടുത്ത് പോയാണ്ട് കൺഫ്രണ്ട് ചെയ്യുക, പറയുക ഇങ്ങനത്തെ ഫുഡുകൾ കുറേ കാലം നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ വരും. അത് നമുക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ കൺഫ്രണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്യണതിൻ്റെ പകരം ഓൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓൻ്റെ ഫ്രീഡം, അത് ചൂസ് ചെയ്യാനുള്ള ഓൻ്റെ ഫ്രീഡം അല്ലെങ്കിൽ ഓൻ്റെ പവർ ഓൻ്റെ ഫാദറിൻ്റെ മേത്തേക്കാണ് കൊടുത്തു. ഫാദർ കാരണം എനിക്ക് ഹെൽത്തി ആയിട്ടുള്ള കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇത് ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മളെ ആക്ഷൻസിൻ്റെ കോൺസിക്വൻസീസ്, അതിൽ നിന്ന് വരുന്ന നെഗറ്റീവ് സാധനങ്ങൾ വേറെ ആളെ തലയിലിട്ടാണ് നമ്മൾ രക്ഷപ്പെടാൻ നോക്കുകയാണ് ആ പെയിനിൽ നിന്ന്. നിങ്ങളിപ്പോൾ ഒരു മാസം ഡിസിപ്ലിൻഡ് ലൈഫ് സ്റ്റൈൽ ജീവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 5 ദിവസമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു എൻജോയിങ് ലൈഫ് സ്റ്റൈൽ ജീവിക്കാൻ പറ്റും. ഈ ഒരു മാസത്തെ ഡിസിപ്ലിൻ അത് എനാബിളാക്കി തരും. നിങ്ങളിപ്പോൾ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം, ഏകദേശം ഞാൻ പറയാം ഒരു 10 വർഷം, ഒരു ഡെക്കേഡൊക്കെ ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈൽ ജീവിച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള 30-40 വർഷത്തേക്കുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം, ലൊക്കേഷൻ ഫ്രീഡം, ടൈം ഫ്രീഡം ഒക്കെ ഉണ്ടാക്കി തരാൻ ആർക്ക് ക്യാപ്പബിലിറ്റി ഉണ്ട്? ഡിസിപ്ലിന്. അപ്പോൾ ഞാൻ ഡിസിപ്ലിൻ ഇക്വേഷനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെ ഒരു സാധനത്തിൽ നമുക്ക് ഫോഴ്സ് ചെയ്യേണ്ട സംഭവങ്ങൾ കുറച്ചാണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഒരു സാധനം ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ഡിസിപ്ലിനെ കുറിച്ചൊരു 3 ഡീപ്പായിട്ടുള്ള ഇൻസൈറ്റുകൾ പറഞ്ഞു. ഡിസിപ്ലിൻ ഈസ് ഫ്രീഡം, ഡിസിപ്ലിൻ ഈസ് ചോയ്സ് ആൻഡ് ഡിസിപ്ലിൻ ഈസ് സോൾവിങ് പ്രോബ്ലംസ്. നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഡിസിപ്ലിൻ്റെ ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളി. ഞാൻ ഈ പറയുന്ന ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. അതിലൊന്നാമത്താണ് ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പോൾ നമ്മളോട് ഒരാൾ കേക്ക് തന്നാണ്ട് നമ്മളോട് പറയാണ് ഇത് നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും കഴിക്കാം. ഒരു കേക്കിൻ്റെ പീസ് തന്നാണ്ട് പറഞ്ഞു ഫസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രോസ്റ്റ് കഴിക്കാം, ഫ്രോസ്റ്റിങ് കഴിക്കാം, അതിൻ്റെ ക്രീം കഴിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കേക്ക് ഭാഗം ബ്രെഡ് ഭാഗം കഴിക്കാമെന്ന് പറഞ്ഞു. ഏത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ എന്തായാലും കേക്ക് കഴിക്കണം എന്നുള്ള രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരും ആദ്യം അതിൻ്റെ ക്രീം കഴിക്കാനും വായിലേക്ക് ഇടുണ്ടാവുക. അതായിരിക്കുമല്ലോ ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. പക്ഷേ ലൈഫിൽ നമുക്ക് ഭയങ്കര രീതിയിൽ റിസൾട്ട് തരുന്ന പല സാധനങ്ങളും ആദ്യം നമുക്ക് എൻജോയബിൾ ആവില്ല, പിന്നീടായിരിക്കും എൻജോയബിൾ ആവുക. ലാസ്റ്റ് ആയിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുക കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട്. അപ്പോൾ ആദ്യം എൻജോയബിൾ ആവുന്ന സംഭവങ്ങൾ നമ്മൾ അതിന് പകരം ട്രീറ്റ് എടുത്തു കഴിഞ്ഞാൽ, ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലൈഫ് ആവില്ല അവിടെ ഉണ്ടാവുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു ആക്ച്വൽ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുക. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഔട്ട് ഓഫ് ഷേപ്പ് ഒക്കെ ആവുന്ന ടൈമിൽ, നമ്മളൊരു 25 ഒക്കെ കഴിഞ്ഞ് ഒരു 30ലേക്ക് ഇങ്ങനെ കിടക്കുന്ന ടൈമിൽ ബാക്കിയുള്ളവർക്ക് ഔട്ട് ഓഫ് ഷേപ്പ് ആവുന്നു, വല്ല ലൈഫൊക്കെ ഡിക്ലൈൻ ചെയ്യുന്നു, ഓൽക്കൊന്നും വല്ല എനർജി ഇല്ല, ആ ഒരു രീതിയിലൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി നല്ല ഫിറ്റായിട്ട് നല്ല ബോഡി കൈ നിൽക്കുമ്പോഴാണ് ആൾക്കാർ കോംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ തുടങ്ങുക. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കുക. പക്ഷേ ഇവിടെ ഇവരെന്താ ചൂസ് ചെയ്ത് ഈ ഒരു ഷേപ്പ് പോയ അല്ലെങ്കിൽ ഷേപ്പിൽ നിൽക്കാത്ത ആൾക്കാർ ഒരു ആദ്യം ഗ്രാറ്റിഫൈയിങ് ആയിട്ടുള്ള ഫസ്റ്റ് പ്ലഷർ കിട്ടുന്ന രീതിയിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കാം. മറ്റേനൊക്കെ ഒരുപാട് ടൈം എടുക്കുമല്ലോ വർക്കൗട്ട് ചെയ്യാൻ. ഇതാകുമ്പോൾ പെട്ടെന്ന് ഡോപ്പമിൻ കിട്ടും എന്നുള്ള രീതിയിൽ ഇൻസ്റ്റൻ്റ്ലി ഗ്രാറ്റിഫൈയിങ് ആയിട്ടുള്ള സംഭവം ചൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബുക്കൊക്കെ വായിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1-2 കൊല്ലമൊന്നും ചിലപ്പോൾ ആരും മനസ്സിലാക്കിയെന്ന് വരില്ല. പിന്നീട് ഒരു 3 കൊല്ലമൊക്കെ കഴിഞ്ഞാണ്ട്, ഞാൻ ഒരു എസ്റ്റിമേറ്റ് പറയാട്ടോ, നമ്മളിങ്ങനെ കൺസിസ്റ്റൻ്റ്ലി ഇങ്ങനെ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 3 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും എങ്ങനെ ഇത്രയും ബുദ്ധിയൊക്കെ വെച്ചത്, ഇങ്ങനെ സംസാരിക്കാനൊക്കെ വയ്ക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ്റെ എക്സാമ്പിളാണ്. ഈ ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അധിക സംഭവങ്ങളും റിസൾട്ട് പെട്ടെന്ന് വരില്ല, പക്ഷെ അത് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വലുതായിട്ട് തന്നെ വരും. ഇനി രണ്ടാമത്താണ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഞാൻ നേരത്തെ ഡിസിപ്ലിൻ ഈസ് ഫ്രീഡത്തിൻ്റെ കേസിൽ പറഞ്ഞു ആ ഒരു ചെങ്ങായിൻ്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള അവൻ്റെ ഫാദറിൻ്റെ മേത്ത് ഓൻ്റെ ബിഹേവിയറിൻ്റെ കോൺസിക്വൻസീസ് തലയിലിട്ടാണ്ട് ഓൻ രക്ഷപ്പെടുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ആക്ച്വലി റെസ്പോൺസിബിലിറ്റി എടുക്കാതെ ജീവിക്കുന്നൊരു ക്യാരക്ടറിസ്റ്റിക്കാണ് അതിന് മനസ്സിലാവുന്നത്. നമ്മൾ ചെയ്ത സാധനത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി വേറെ ആരെങ്കിലും മേത്തേക്ക് ഇടാം. അപ്പോൾ ഒരിക്കലും ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബ്ലെയിം ചെയ്യണമെന്നോ നിങ്ങളെ കുറ്റപ്പെടുത്തണമെന്നല്ല. റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്നുള്ളത് വേറൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മളെ മാത്രമാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്. ഈ ലോകത്ത് എന്ത് സംഭവം നടന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മളെ ഇടയിൽ എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും നമ്മളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊരു സൈക്കോളജിക് ഡിസോർഡറാണ് അല്ലെങ്കിൽ പ്രോബ്ലമാണ്. അതിൻ്റെ പേര് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി എന്നാണ്. ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മളെ മേത്തേക്ക് നമ്മളിടും, അല്ലെങ്കിൽ നമ്മളെ ബ്ലെയിം ചെയ്യും. അതുപോലെ തന്നെ ഒരിക്കലും ക്യാരക്ടർ ഡിസോർഡേർഡ് പേഴ്സൺ ആവാനോ അല്ല ഞാൻ പറയുന്നത്. അത് വേറൊരു പേഴ്സണാലിറ്റിയാണ്. അതെന്താ വെച്ചാൽ എന്ത് സംഭവം നടന്നു കഴിഞ്ഞാലും സമ്മതിച്ചു തരില്ല, അത് നമ്മളെ തെറ്റുകൊണ്ടാണെന്നുള്ളത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആൽക്കഹോൾ കുടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം അങ്ങനെ ഒരു സ്ഥലമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ പോവാതെ നിന്ന് കഴിഞ്ഞാൽ അവിടെ പോവാതെക്കാൻ പറ്റില്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ന പ്രശ്നം ഉണ്ടാവും എന്നുള്ള രീതിയിൽ സ്വയം റെസ്പോൺസിബിലിറ്റി എടുക്കാതെ ഒക്കെ വേറെ പോലെ മേത്തേക്ക് ഇടുന്ന പേഴ്സണാലിറ്റിയാണ് എന്ത് ക്യാരക്ടർ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് രണ്ടും എടുക്കാനല്ല ഞാൻ പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. ബ്ലെയിം ചെയ്യണതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾ എക്സാമിൽ ഫെയിലായി എന്ന് വിചാരിച്ചു. അപ്പോൾ അയാൾ പറയാണ് ഞാനൊരു ഫെയിലിയറാണ്, ഇതിനെക്കൊണ്ട് ഒന്നിനും പറ്റില്ല, ഒന്നിനും പറ്റില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലെയിമിംഗ് ആണ്. അതേസമയം ഞാൻ എക്സാമിൽ തോറ്റു, എനിക്കറിയാം ഞാൻ കഴിഞ്ഞ മാസം മര്യാദക്ക് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ പാസ്റ്റ് മന്തുകളിൽ ഞാൻ മര്യാദക്ക് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് ശരിയായ രീതിയിലല്ല, അതുകൊണ്ടാണ് ഞാൻ ഫെയിൽ ആയത്. പക്ഷെ അന്ന് കരുതി ഞാനൊരു പൊട്ടനോ അല്ലെങ്കിൽ ഞാനൊരു ഫെയിലിയറോ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് റെസ്പോൺസിബിലിറ്റി എടുക്കലാണ്. അടുത്ത 3ാമത്തെ പോയിൻ്റാണ് ഡെഡിക്കേഷൻ ടു റിയാലിറ്റി. ഇതെന്താ പറയുന്നത് വെച്ചാൽ
നമ്മളെ ഫ്യൂച്ചർ സംഭവങ്ങളൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, നമ്മൾ വരാൻ പോകുന്ന സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി കാണുന്നത്, ഈ ലോകത്തൊക്കെ നോക്കി കാണുന്നത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസുകൾ, പണ്ട് ചെറുപ്പം തൊട്ട് നമുക്കുണ്ടായ എക്സ്പീരിയൻസുകൾ, അതുപോലെ തന്നെ നോളജ് ആൻഡ് കണ്ടീഷനിങ്, നമുക്ക് കിട്ടിയ അറിവുകൾ എവിടുന്ന് കിട്ടിയത്, നമ്മളെ പാരൻസിൻ്റെ ഒക്കെ സ്കൂളിൽ നിന്ന്, അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ അറിവുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇനി വരുന്ന സംഭവങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ശരിയായിരിക്കും, പക്ഷേ അതിൽ ഒരുപാട് സംഭവങ്ങൾ തെറ്റായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കോൺസ്റ്റൻ്റ്ലി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് വിശ്വസിക്കുന്ന ഒരു സംഭവം തെറ്റാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, നമ്മളോട് ഒരാൾ പറയുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര രീതിയിൽ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ കാരണം നമ്മൾ ഇത്രയും കാലം ബിലീവ് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ. പക്ഷെ അത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഡിസിപ്ലിൻ വേണം. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ കുറേ കാലം നമ്മൾ സ്കൂളിലൂടെയും സൊസൈറ്റിയിലൂടെയും വീട്ടിലൂടെയൊക്കെ കടന്നു പോകുന്ന ടൈമിൽ നമ്മളെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഫെയിലിയർ അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യുക, പണിഷ് ചെയ്യാണ്, പാരൻസിനോട് പറയാണ്, നമ്മളെ ക്ലാസ്സിൻ്റെ മുമ്പിൽ വെച്ചാണ് നമുക്ക് ചീത്ത കിട്ടുകയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കണ്ടീഷൻ ചെയ്ത് വരുന്നത്. പക്ഷേ നമ്മളൊരു ഏതൊരു ഫീൽഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ആക്ച്വൽ എക്സ്പേർട്ട് എന്ന് പറയുന്ന ആരേക്കാരം, അതിൽ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുത്തി ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അറിയുന്ന ആളേക്കാരം അല്ലേ. അപ്പോൾ നേരെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് റിയൽ ലൈഫിൽ വർക്ക് ചെയ്യുന്നതും സ്കൂളിൽ പഠിപ്പിക്കുന്നതും. സ്കൂളിൽ ഫെയിലിയർ അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് തെറ്റാണെന്നുള്ള രീതിയിൽ പഠിപ്പിക്കുമ്പോൾ റിയൽ ലൈഫിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് അസറ്റാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഫെയിൽ ചെയ്യാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾ കുറേ മിസ്റ്റേക്കുകൾ പഠിച്ചുകൊണ്ട് എങ്ങനെ ഒരു കാര്യം ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ നോളജ് ബേസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇനി നാലാമത്താണ് ബാലൻസ്. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈ പറഞ്ഞ മുകളിലത്തെ 3 കാര്യങ്ങളും നമ്മളൊരു ബാലൻസിൽ വേണം ചെയ്യാൻ. നമുക്കറിയണം എന്ത്, നമ്മൾ എയിന് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എടുക്കണം, അതുപോലെ എയിന് നമ്മൾ ഇൻസ്റ്റൻ്റ്ലി ഗ്രാറ്റിഫൈങ് ആയിക്കാണ്ട് എടുക്കണം എന്ന് നമ്മളറിയണം. എല്ലാ കാര്യവും നമ്മൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അതിലൊരു എക്സാമ്പിളാണ്, നമ്മൾ വിചാരിച്ചു എന്ത്, നമുക്കൊരു 40 വയസ്സ് കഴിഞ്ഞ് നമ്മളെ ജോബിൽ നിന്ന് റിട്ടയർ ആവുമ്പോൾ എന്നിട്ട് നമുക്ക് ഫാമിലിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം, അതുവരെ നമുക്ക് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കാം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ താഴത്തേക്കുള്ള ആൾക്കാർ മാത്രമല്ല, നമ്മളെ മുകൾക്കുള്ള ആൾക്കാർ, അതായത് നമ്മളെ പാരൻസൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഓലൊക്കെ ഉണ്ടായിക്കോളണം എന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എടുക്കാൻ പറ്റില്ല. അതേപോലെ നമ്മൾ മനസ്സിലാക്കണം എന്ത്, ഏതിന് നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കണം, അതുപോലെ തന്നെ ഏതിൻ്റെ റെസ്പോൺസിബിലിറ്റി മറ്റുള്ളവരുടെ അടുത്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരാൾ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരാളെ പ്രപ്പോസ് ചെയ്തു, അയാൾ നമ്മൾ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ചിലപ്പോൾ അത് നമ്മളെ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ കൂടുതൽ ടൈമിലും അത് നമ്മളെ മിസ്റ്റേക്ക് ആയിക്കോണം എന്നില്ല, അത് അയാളുടെ ഒരു ചോയ്സാണ്. നമ്മൾ കമ്പാറ്റബിൾ അല്ല എന്ന് ഓർക്ക് തോന്നിയാൽ പോലും എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. അത് അയാളുടെ ഒരു ചോയ്സാണ്. പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ മേത്തേക്ക് ബ്ലെയിം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ആവശ്യമില്ല. ഏത് വേറെ മേത്തേക്ക് കൊടുക്കണം, ഏത് നമ്മൾ എടുക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവണം. അതൊരു ബാലൻസാണ്. പിന്നെ മൂന്നാമത്താണ് നമ്മളെ വാല്യൂസ്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് പോകുന്ന കാര്യങ്ങൾ എല്ലാം. ഇപ്പോൾ നമ്മൾ ഓരോ വീഡിയോ കണ്ടു, ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു നിങ്ങൾ, ഞാൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്, അതിൽ ഞാൻ അധികം ഷെയർ ചെയ്യേണ്ടവ എൻ്റെ വാല്യൂസ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾ എടുത്തുകാണ്ട് ഫുള്ളി നോളജ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങളൊരു വ്യത്യാസമില്ല. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ തെറ്റാണ്, നിങ്ങൾ വിചാരിച്ച് പോയ സംഭവങ്ങൾ തെറ്റാണെന്ന് തോന്നി, അല്ലെങ്കിൽ ഈ സംഭവം അപ്ഡേറ്റ് ചെയ്യണം തോന്നി, അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പഠിക്കും വേണം. അതുപോലെ തന്നെ നിങ്ങളെ കോർ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കോർ വാല്യൂസിൽ സ്റ്റിക്ക് ചെയ്യാൻ പഠിക്കും വേണം. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു ബാലൻസിൻ്റെ ഒരു കളിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം വീഡിയോൻ്റെ അവസാനത്തിൽ ഞങ്ങൾക്ക് ഒരു ക്വിക്ക് അപ്ഡേറ്റ് തരാം. ഞാൻ 2 സംഭവങ്ങൾ ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് നമ്മൾ ഔട്ട്ലയേഴ്സ് ക്ലബ്ബ് മെമ്പർഷിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കമ്മ്യൂണിറ്റി, അതിലേക്കൊരു ഫ്രീ കമ്മ്യൂണിറ്റി ഞാൻ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതിന് ടോപ്പ് ലിങ്ക് അതിൻ്റെ ആയിരിക്കും. അപ്പോൾ ഈ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കോഡിലായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഡിസ്കോഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഡിസ്കോഡിൽ പോയിട്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു സംഭവമുണ്ട്, നിങ്ങൾക്കായിട്ട് ഞാനൊരു ഫ്രീ കോഴ്സ്, ഒരു 1 കോഴ്സ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഡിസൈൻ ചെയ്തിന്, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് സ്റ്റാർട്ടർ പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ്. ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആർക്കെങ്കിലും മെമ്പർഷിപ്പ് എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം. ബട്ട് ദ കമ്മ്യൂണിറ്റി ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ. മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അല്ലാത്ത കോഴ്സുകളും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സംഭവമാണ്, ഞാൻ ന്യൂസ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വീക്ക്ലി ന്യൂസ് ലെറ്റേഴ്സ്, ഔട്ട്ലയേഴ്സ് മൺഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ഫ്രീ ആണ്. അതിൽ പോയിട്ട് ജസ്റ്റ് നിങ്ങളെ ഇമെയിൽ കൊടുത്താണ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. രണ്ടാമത്തെ ലിങ്ക് അതിൻ്റെ ആയിരിക്കും. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ, ഞാനിപ്പോൾ ഓരോ ആഴ്ച ഇങ്ങനെ ഓരോ റിസർച്ചുകൾ ചെയ്യല്ലോ, നമ്മളെ പെർഫോമൻസ്, അല്ലെങ്കിൽ ഡോപ്പമീൻ, അല്ലെങ്കിൽ മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഡിസിപ്ലിൻ, അതിനെക്കുറിച്ച് ആയിക്കോട്ടെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ട് ഞാനൊരു ന്യൂസ് ലെറ്റർ ഉണ്ടാക്കും, ഒരു ആർട്ടിക്കിൾ പോലെ, ഒരു ബ്ലോഗ് പോലെ. എന്നിട്ട് എന്ത് ചെയ്യും, വീക്ക്ലി എല്ലാ മൺഡേയ്സിലും ഞാനത് സെൻഡ് ചെയ്യും. അപ്പോൾ ആ ഇമെയിൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഓലെ മെയിലേക്ക് ആ സംഭവം വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ വാറൻ ബഫറ്റിൻ്റെ ഒരു കോട്ട് വായിച്ചുതരാം. വി ഡോണ്ട് ഹാവ് ടു ബി സ്മാർട്ടർ ദാൻ ദ റെസ്റ്റ്, വി ഹാവ് ടു ബി മോർ ഡിസിപ്ലിൻഡ് ദാൻ ദ റെസ്റ്റ്. ഇനി നിങ്ങൾക്ക് ലാസ്റ്റ് ഞാനൊരു ആക്ഷൻ പ്ലാൻ പറഞ്ഞുതരാം. സ്റ്റാർട്ട് വിത്ത് യുവർ ബോഡി, സ്റ്റാർട്ട് വിത്ത് ഫിസിക്കൽ തിങ്സ്.
കാരണം ഡിസിപ്ലിൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഫിസിക്കലായിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പറയാം മെൻ്റലായിട്ടുള്ള മൈൻഡ് വെച്ച് കണ്ടുള്ള സംഭവങ്ങൾ. അതിൻ്റെ മുകളിലേക്കാണ് കുറച്ചുകൂടി മുകളിലേക്കാണ് സ്പിരിച്വൽ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഫിസിക്കലിൽ നിന്ന് തുടങ്ങാം. അതാണ് ഏറ്റവും ബേസിക്. എന്തെങ്കിലും ഹാർഡായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ കിതക്കുന്ന, ഗിവപ്പ് ചെയ്യാൻ തോന്നുന്ന, നല്ല രീതിയിൽ സ്വെറ്റ് ചെയ്യുന്ന ഹാർഡായിട്ടുള്ള ടൈപ്പ് ഫിസിക്കൽ ആക്ടിവിറ്റി, അത് റണ്ണിങ് ആവാം, അല്ലെങ്കിൽ സൈക്ലിംഗ് ആവാം, അത് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള സൈക്ലിംഗ് ആവാം, അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് വർക്കൗട്ട്സ് ആവാം, അല്ലെങ്കിൽ ഹൈക്കിംഗ് ആവാം, അല്ലെങ്കിൽ ജിമ്മ് പോലാവാം, എന്തും ആയിക്കോട്ടെ. നിങ്ങൾക്ക് ആക്ച്വലി ക്വിറ്റ് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള വർക്കൗട്ടുകൾ, ഫിസിക്കൽ ആക്ടിവിറ്റികൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ മനസ്സിലാവും. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പവർ മനസ്സിലാവും, ഡിസിപ്ലിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാവും, എങ്ങനെ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ പെയിനിൽ നിന്ന് എങ്ങനെയാണ് പിന്നീട് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, പിന്നീട് ആ ഒരു സംഭവത്തിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്തത് നിങ്ങളെ മെൻ്റൽ സംഭവങ്ങൾ, അതായത് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യത്തിന് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളവരോട് എങ്ങനെ ഇങ്ങനെ റിയാക്ട് ചെയ്യാതെക്കാൻ പറ്റും, ബാക്കിയുള്ളവരെ എങ്ങനെ ജഡ്ജ് ചെയ്യാതെക്കാൻ പറ്റും, ആ രീതിയിൽ മെൻ്റലി എന്ത് ചെയ്യാൻ പറ്റും, മൈൻഡുമായി റിലേറ്റ് ചെയ്ത സംഭവങ്ങൾക്ക് ഡിസിപ്ലിൻ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചും കൂടി ഹൈ ലെവലിലേക്ക് സ്പിരിച്വൽ രീതിയിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ സ്റ്റാർട്ട് വിത്ത് യുവർ ബോഡി. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. ഔട്ട്ലേഴ്സ് ക്ലബിൻ്റെ ഫ്രീ കമ്മ്യൂണിറ്റി, അതുപോലെ ന്യൂസ് ലെറ്ററിൻ്റെ കാര്യം മറക്കണ്ട. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.